ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിക്രത്തിന് തക്കതായ ശിക്ഷ കിട്ടി. കല്യാണി തന്നെ ആ ശിക്ഷ കൊടുക്കുവാണ്. വിക്രം അതിനെ ശരിക്കും പറഞ്ഞാൽ യോജിച്ച ആൾ തന്നെയാണ്. കാരണം ഇത്രയും ക്രൂരതകൾ ചെയ്ത ആള് എന്തായാലും നിയമത്തിന് മുമ്പിൽ വന്നേ പറ്റും. അങ്ങനെ മാക്സിമം ശിക്ഷ തന്നെ വിക്രത്തിന് ലഭിക്കുകയാണ്. എനിക്ക് സരയുവിന്റെ കഥയാണ് പറയാൻ പോണത്. അങ്ങനെ സരയു ഇപ്പൊ അമേരിക്കയിൽ പോകും, നാളെ കൊറിയയിൽ പോകുന്നു പറഞ്ഞിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനോഹരനാണെങ്കിൽ പൈസ കിട്ടണമില്ല, അവസാനം വേറൊരു പെണ്ണ് കെട്ടി സുഖമായിട്ട് ജീവിക്കാന്ന് മനോഹരം വിചാരിക്കുകയാണ്. അങ്ങനെ സരയു നിൽക്കെ തന്നെ വേറൊരു പെൺകുട്ടി കൂടി മനോഹർ വിവാഹം കഴിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച രാഹുലിന്റെ ഒരു ഫ്രണ്ടിന്റെ മകളുണ്ടല്ലോ, ആ പെണ്ണെ വിവാഹം ചെയ്യുവാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ സരയു പ്രസവിക്കുകയും ഒരു പെൺകുഞ്ഞ് ജനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴൊന്നും മനോഹർ അമേരിക്കയെ കൊണ്ടുപോകണേ ഇല്ല. പതുക്കെ പതുക്കെ സരയുവിന് ചെറിയ ചെറിയ സംശയങ്ങളും കാര്യങ്ങളും തോന്നുവാണ്. മറ്റുള്ളവർ പറയണതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? ഇനി മനുവേട്ടൻ അമേരിക്കയിലൊന്നും അല്ലേ, മനുവേട്ടൻ എന്നെ പറ്റിക്കുമായിരുന്നോ എന്നൊരു ചെറിയ സംശയം സരയുവിനെ വന്നു തുടങ്ങുവാണ്. ആ സംശയം വന്നു തുടങ്ങുമ്പോൾ തൊട്ട് സരയു നമ്മുടെ മനോഹരനെ നിരീക്ഷിക്കുക കേട്ടോ. സത്യം പറഞ്ഞ മനുവിന്റെ പുറകെ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ, ഇയാൾ സത്യം തന്നെയാണ് പറയണമെന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് സരയു ആ സത്യത്തിലേക്ക് എത്തുവാണ്. അതെ, തന്റെ മനോഹർ ഒരിക്കലും അമേരിക്കൻ മനോഹർ അല്ല. അയാള് മൂന്നാർ മുരുകൻ എന്ന പേരിൽ അറിയാം. മൂന്നാർ മുരുകൻ എന്നാണ് അയാളെ യഥാർത്ഥ പേരും എന്ന കാര്യങ്ങളൊക്കെ അറിയണം. അങ്ങനെ അറിയണ സരയു ശരിക്കും പറഞ്ഞാൽ ആകെ പകച്ചു നിന്ന് പോകുക കേട്ടോ. മനോഹറിന്റെ ആദ്യത്തെ കുഞ്ഞെന്നല്ല സരയുവിന്റെ വയറ്റിലുണ്ടായതും ഇപ്പൊ കയ്യിലുള്ള കുഞ്ഞൊന്നും. മനോഹറിന് ഒരുപാട് കുഞ്ഞുങ്ങൾ, ഒരുപാട് ഭാര്യമാര് പല പല സ്ഥലങ്ങളുണ്ട്. അത് ഇന്ത്യയിൽ മൊത്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മിക്ക സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പെമ്പിളയുടെ ജീവിതം പറ്റിച്ച ഒരാളാണ്. ഒരുപാട് പെമ്പിളയുടെ ശാപവും ഒക്കെ ഉണ്ട്. ഒരു വിവാഹ തട്ടിപ്പ് വീരൻ തന്നെയാണ് മനോഹരം. അപ്പൊ ഈ കാലത്തിൽ ഒരുപാട് പെമ്പിള്ളേർക്ക് പറ്റുന്ന അബദ്ധത്തിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറെ ആണുങ്ങളാണല്ലോ. അപ്പൊ ആ ഒരു വർഗത്തിൽ പെട്ടതാണ് മനോഹറിന് സരയു മനസ്സിലാക്കുകയും സരയു തന്നെ മനോഹരനെ അടിച്ച് പുറത്താക്കാൻ പോകുന്ന ഭാഗങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.